ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞ കേരളത്തില് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ആദ്യം ശ്രമിച്ചത് AK ആന്റണിയാണ്. പിന്നീട് ഉമ്മൻചാണ്ടിയാണ്. അന്നൊക്കെയാണ് ഈ കൊച്ചി നമ്മുടെ സ്മാർട്ട് സിറ്റി ഒക്കെ വന്നത് ഉമ്മൻചാണ്ടി കാലത്ത് അങ്ങനെയാ വന്നത്. ഈ ഒന്നാം ലോക കേരള സഭ നടത്തിയത് 2018 ജനുവരി 2ാം വാരത്തിലാണ്. പിന്നെ അതിനുശേഷം രണ്ടോ മൂന്നോ ലോക്സഭകൾ നടത്തിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അമേരിക്കയിൽ പോയി എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അത് ഞാനത് ഗൗരവത്തിൽ എടുക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ധനമന്ത്രി ഇന്ന് പറഞ്ഞ ബജറ്റില് ഈ പറയുന്ന കാര്യത്തില് അവർക്കെങ്കിലും ഒരു ആത്മാർത്ഥത വേണം. ഇപ്പൊ എന്താണ് സിൽവർ ലൈൻ കേരളം ഉപേക്ഷിച്ചു വന്ന് 3 ദിവസം മുമ്പ് കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ വൈഷ്ണവാണ് പറഞ്ഞത് കേരളം സിൽവർ ലൈൻ ഉപേക്ഷിച്ചു. മന്ത്രി പറയാം ഞങ്ങൾ ചർച്ച നടത്തുന്നത്. ഏത് സിൽവർ ലൈൻ വരും കേട്ടോ എന്ന് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് ഉറപ്പുകൊടുത്ത മുഖ്യമന്ത്രി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്തത് മറന്ന ശേഷം ഇപ്പൊ വീണ്ടും ബജറ്റിൽ പറയാ ചർച്ച നടത്തുന്നത്. അപ്പൊ ഇത്തരം കാലം മഞ്ഞക്കുറ്റി ഇടാൻ വേണ്ടി നടത്തിയതൊക്കെ എന്തായിരുന്നു? എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു? അപ്പൊ ഇത് ജനങ്ങൾ മറന്നിട്ടില്ല. ഇനി ചർച്ച നടത്തുന്ന പറഞ്ഞ തുടർ ചർച്ച. കേന്ദ്രമന്ത്രി പറയുന്ന ആ പദ്ധതി ഇല്ലെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും? വിഴിഞ്ഞം പദ്ധതി അവർ വിഴിഞ്ഞം ഹബ്ബാക്കോന്നാ പറയണേ. 7000 കോടി രൂപയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അനുമതി കൊടുത്തത്. 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച ആളാ പിണറായി വിജയൻ എന്ന്. 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച ആളാ. ഇവരെങ്ങനെ വിശ്വസിക്കും കേരളത്തില്? ഈ സഹകരണ മേഖല നിങ്ങൾ നോക്കൂ. സഹകരണ മേഖലയ്ക്ക് അവർ അനുവദിച്ച എത്ര? 134 കോടി കണ്ടാണ് അനുവദിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്കിലത്തെ കൊള്ളയിൽ തന്നെ ഏതാണ്ട് 300-400 കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് CPM നേതാക്കൾ ഇപ്പോഴും അനുഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. ഈ 134 കോടി രൂപ ഈ സഹകരണ മേഖലയിൽ ചെലവാക്കിയാൽ ഈ നിക്ഷേപിച്ച പാവപ്പെട്ട കരുവന്നൂരുള്ളവർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ടാവും? മണ്ഡല ബാങ്കിൽ എത്ര രൂപ കൊടുക്കാനുണ്ടാവും? ഇത് ഈ പറയുന്ന ആത്മാർത്ഥത വേണ്ടേ? അതുപോലെ തന്നെ അവർ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ നികുതി കുടിശ്ശിക, നേരത്തെ മാഷ് പറഞ്ഞാണത്. നികുതി കുടിശ്ശിക, വാറ്റ് നികുതി, മൂല്യാധിഷ്ഠിത വാല്യൂ ആഡഡ് ടാക്സ്, ആ നികുതി ഇവിടെ പിരിച്ചെടുക്കാനുണ്ട്. അത് ഇതുവരെ പിരിച്ചെടുത്തിട്ടില്ല. GSTയുടെ പ്രശ്നം വന്നപ്പോഴ് GSTയെ കുടിശ്ശിക കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ കേന്ദ്രത്തിലെ പാർലമെന്റിലെ NK പ്രേമേന്ദ്രൻ അതിന്റെ കാര്യം ഉന്നയിച്ചപ്പോഴേ കണക്ക് തന്നാൽ കൊടുക്കാമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞപ്പോ കണക്ക് കൊടുത്തു, കുടിശ്ശിക കിട്ടി. അങ്ങനെയാണ് ആ കുടിശ്ശിക കിട്ടിയത്. ഇപ്പൊ GSTയുടെ കേരളത്തിലെ നികുതി പിരിക്കാൻ എന്താ തടസ്സം എന്ന് വെച്ചാല് ഈ കഴിഞ്ഞ നവകേരള സദസ് നടത്തിയപ്പോഴേ ഫണ്ട് കണ്ടെത്തിയത് എങ്ങനെയാ? കളക്ടർമാരെ കൊണ്ടും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഒക്കെ. ഈ സാധാരണ മുതലാളിമാരെന്ന് പിരിച്ചെടുത്തിട്ടാ. ഇനി അവരുടെ പോയിട്ട് ടാക്സ് അടയ്ക്കാൻ പറയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് ഇവര് 700 കോടി രൂപ പിരിച്ചെടുക്കുന്ന പറയുന്നേ? ഇവിടെ ശ്രീ ബൽദേവ് പറഞ്ഞു മദ്യത്തിന്റെ വില കൂട്ടിയത് ബാധിക്കില്ലെന്നാ. ശരി, ഇപ്പൊ ബാധിക്കില്ല. അദ്ദേഹം പറഞ്ഞ ശരി, ഇപ്പൊ ബാധിക്കില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോ കാണാം എങ്ങനെയൊക്കെയാ ബില്ലിൽ അത് വരുന്നെന്നുള്ളത്. 10 രൂപ കൂട്ടിയത് അതൊക്കെ ചുമ്മാ വെറുതെ കൂട്ടുക ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ്. അത് നമുക്ക് കാണാതിരിക്കുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഇവര് പറയുന്ന വേറെ ചില കാര്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തെക്കുറിച്ചാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ രസകരമായ കാര്യം ഈ ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റുകൾക്കെതിരെ എന്നും സമരം നടത്തിയ NGO യൂണിയൻ എന്ന പേര് പോലും കേൾക്കാനില്ല. 7 DA കുടിശ്ശിക 7 ഗഡു കൊടുക്കാനുണ്ട്. ഇപ്പൊ കൊടുക്കാവുന്ന പറഞ്ഞാൽ 1 ഗഡു കൊടുക്കാവുന്ന പറയുന്നത്, കൊടുത്തിട്ടില്ല, കൊടുക്കാവുന്ന പറയുന്നത്. അപ്പൊ ബാക്കി എവിടെ? ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറഞ്ഞിട്ട് ചൈനയിലത്തെ കാര്യം നടപ്പാക്കാനുള്ള നീക്കമല്ല നടത്തുന്നത്. അല്ല കേരളത്തിലെ വിരുദ്ധരുണ്ടെന്ന് പറയുകയല്ല വേണ്ടത്. തങ്ങളുടെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ദരിദ്ര സംസ്ഥാനമാണ്, പണമില്ല, അതുകൊണ്ട് ഞങ്ങൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു ക്ഷേമകാര്യങ്ങളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ക്ഷേമ പെൻഷൻ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഈ ബജറ്റ് ജനസമക്ഷം ഞങ്ങൾ ഖേദപൂർവ്വം സമർപ്പിക്കുന്നു എന്നാണ് പറയേണ്ടത്. അല്ലാണ്ട് ജനങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിച്ചില്ല എന്ന് ഇവര് പറയുമ്പോ എവിടെ അടിച്ചേൽപ്പിക്കുക നികുതി? ഇന്ധന സെസ്സിനെ കുറിച്ച് ഉണ്ടല്ലോ, ഇന്ധന സെസ് കൂട്ടിയിട്ട് എത്ര രൂപ കിട്ടി ഈ ഗവൺമെന്റിന്? ഇന്ധന സെസ് എന്ന് പറയുമ്പം ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കൂടെ കൂടണം. ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കൂടിയോ കുറഞ്ഞു എന്നാണ് കണക്ക്. ഇലക്ട്രിക് വണ്ടികൾ വന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെ ഒരു സാമ്പത്തികമായ യാതൊരു ചർച്ചയും ഇല്ലാതെ, ഞാൻ പറഞ്ഞില്ലേ LDF-ൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ബജറ്റാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താഗതിക്ക് വിരുദ്ധ ബജറ്റാണിത്. ഇത് സ്വാശ്രയ കോളേജുകള് AK ആന്റണി തുടങ്ങിയപ്പോഴേ എന്തായിരുന്നു അന്നത്തെ CPM-ന്റെ സമരം? എന്നിട്ട് ആ സ്വാശ്രയ കോളേജുകളെ നശിപ്പിച്ച് നാമാവിശേഷമാക്കിയത് ഇവരാണ്.
എന്നിട്ട് ഇപ്പൊ എന്താണ്, സ്വാശ്രയ കോളേജിൽ പഠിക്കാൻ പോലും കുട്ടികളില്ല. അവരെല്ലാവരും തന്നെ പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ +2 കഴിഞ്ഞാല്, പ്രീ ഡിഗ്രി അല്ല +2 കഴിഞ്ഞാല് അവർ നേരെ കാനഡയ്ക്ക് പോവാണ്, അവിടെ പണിയെടുത്ത് ജീവിക്കുകയാണ്. ഇവിടെ IT മേഖലയിലെ ഒരു യൂണിയൻ ആദ്യം കൊണ്ടുവന്നത് CPM ആണ്, IT മേഖലയില്. അപ്പൊ ചോദിക്കും, മേഖലയിൽ വേണ്ട യൂണിയൻ? ഈ യൂണിയൻ ഒന്നും ഇല്ലാതെ 10ഉം 15ഉം മണിക്കൂർ രാത്രിയെ പകലാക്കി പണിയെടുക്കുന്ന കുട്ടികൾ ഈ നമ്മുടെ നാട്ടിലുണ്ട്, വർക്ക് അറ്റ് ഹോം നടത്തുന്നവര്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ ബജറ്റ് എന്ന് പറയുമ്പോഴേ എത്ര കാലം ഒരു ജനത്തെ പറ്റിക്കാൻ പറ്റിയവർക്ക്? ഇപ്പൊ മറ്റേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ ബജറ്റ് അവതരിപ്പിച്ചില്ലെങ്കിലും ജനം ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ധനമന്ത്രി പറഞ്ഞ രസകരമായ ഒരു വസ്തുത ഉണ്ട്, എന്താ അറിയോ? മന്ത്രിമാരുടെ ചെലവിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നത് ഇപ്പോഴ് ഇത് പറഞ്ഞപ്പോഴാ, മന്ത്രിമാരുടെ ചെലവ് കുറയ്ക്കണം, ദൂർത്ത് കുറയ്ക്കണം, നവകേരള സദസ്സിന്റെ ബസിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേ, പറഞ്ഞപ്പോ അന്ന് പറഞ്ഞില്ലല്ലോ നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. മന്ത്രിമാരുടെ ചെലവിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് അന്ന് ധനമന്ത്രി പറഞ്ഞില്ലല്ലോ. എന്താ ഇപ്പൊ പറയാൻ കാരണം? അപ്പൊ അത്രയും ദരിദ്രമായി പ്രതിപക്ഷത്തെ കൂടെ കൂട്ടാൻ നോക്കി കേന്ദ്രവിരുദ്ധ സമരത്തിന്. അതുകൂടെ പറഞ്ഞ് നിർത്താം. കേന്ദ്രവിരുദ്ധ സമരത്തിന് UDF ഒരിക്കലും എതിരല്ല. കാരണം കേന്ദ്രം കേരളത്തെ പിടിയുന്നുണ്ടെങ്കിൽ സമരം ചെയ്യണം. കർണാടകത്തിൽ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ 2 ഉത്തരവാദികളുണ്ട് ഇവിടെ. ഒരു ഉത്തരവാദി കേരള ഗവൺമെന്റ്, ഒരു ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ ഒരു ഉത്തരവാദിയുടെ കൂടെ എങ്ങനെയാ UDF സമരം ചെയ്യാൻ പോകുന്നത്? ആ ഉത്തരവാദിയായ കേരള ഗവൺമെന്റിനോട് UDF ചോദിച്ചു, ഒരു ധവളപത്രം ഇറക്കൂ. ഇറക്കിയില്ലല്ലോ. ധവളപത്രം ഇറക്കിയാൽ യഥാർത്ഥ സ്ഥിതി പുറത്തു വരും. കേന്ദ്രത്തെ പഴി പറയാൻ പറ്റില്ല. 70 ലക്ഷം കോടി എന്ന് മുഖ്യമന്ത്രി, 56 ലക്ഷം കോടി എന്ന് ധനമന്ത്രി, 36 ലക്ഷം കോടി എന്ന് മുൻ ധനമന്ത്രി. നമുക്കും പറയാം എത്രയെങ്കിലും കോടി, ആരും ചോദിക്കാനും പറയാനൊന്നും പോകുന്നില്ല. കോടികൾക്ക് ഒരു വിലയില്ല. ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ, എത്ര കോടിയാ ഓരോന്നിനെ കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഗ്രാമ സൗഭാഗ്യമായ ഖാദി മേഖലയ്ക്ക്, നെയ്ത്ത് തൊഴിലാളികൾക്ക് വെറും 14 കോടിയാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഖാദി ബോർഡ് ഭരിക്കുന്ന CPM അല്ലേ? ഖാദി അവിടുത്തെ തൊഴിലാളികൾക്ക് ഈ കുപ്പടം മുണ്ട് എന്ന് പറയുന്ന രസകരമായ കരയുള്ള മുണ്ട്, ആ മുണ്ടടക്കം നെയ്യുന്ന പാവങ്ങൾക്ക് കുടിശ്ശിക കൊടുക്കാണ്ട് ഒരുപാട്. എന്നിട്ട് 14 കോടിയാണ് ഗ്രാമീണ തൊഴിൽ മേഖലയായ ഈ ഖാദിക്ക് വെച്ചിരിക്കുന്നവര്. എന്നിട്ട് ഇവർ എന്ത് ഗ്രാമീണ സൗഭാഗ്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കുടുംബശ്രീയെ കുറിച്ച് പറഞ്ഞു. കുടുംബശ്രീ ഹോട്ടൽ നിരത്തിട്ട് ആ പണം കിട്ടാതെ അവര് കഴിഞ്ഞ 5-6 മാസം മുമ്പ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തിയില്ലേ? അവർക്ക് എന്നിട്ട് നാമമാത്രമായ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുള്ളൂ. ഇത് അലോട്ട് ചെയ്യണം, കൊടുക്കണം. എവിടെ കൊടുക്കുന്നു? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. പത്രപ്രവർത്തകരായ കേരളത്തിലെ 1,500 പത്രപ്രവർത്തകരുണ്ട്. അവർ പെൻഷൻ വാങ്ങിക്കുന്ന കോൺട്രിബ്യൂട്ടറി പെൻഷനാണത്. ആ പെൻഷനിൽ കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി 11,500 രൂപയാക്കി. പെട്ടെന്നത് 1000 രൂപ കുറച്ച് 10,000 രൂപയാക്കി. പിന്നെ വീണ്ടും അത് 500 രൂപ കൊടുത്തു. ബാക്കി 500 ഇപ്പോഴും കിട്ടാനുണ്ട്. 100-600 പത്രപ്രവർത്തകരാണ് അത് വാങ്ങിക്കുന്നത്. ഇതുപോലും കൊടുക്കാൻ പറ്റാതെ, മനഃപൂർവ്വമാണോ എനിക്കറിയില്ല, പത്രപ്രവർത്തകരോട് ദേഷ്യമുള്ളൊരു ഗവൺമെന്റ് ആണിത്. അതുകൊണ്ട് എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ സംശയം നിലനിൽക്കുമ്പോൾ, കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് വെച്ചാൽ എല്ലാ കേരളീയരും ഇടതുപക്ഷത്തെ അങ്ങോട്ട് പിന്താങ്ങുന്ന ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, ആ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മൾ എന്താണ് അവരെ കുറിച്ച് പറയേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസ്യത ഇല്ലാത്ത ഒരു ബജറ്റും ബജറ്റ് പ്രസംഗവുമാണ് ധനമന്ത്രി നടത്തിയതെന്ന്.